തിരുപ്പതി എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അവിടുത്തെ സമ്പത്തും ആഡംബരം ഒക്കെ തന്നെയായിരിക്കും അല്ലേ. എന്നാൽ ഈ മഹാസമ്പത്തിലും അദ്ദേഹത്തിന് നൈവേദ്യം സ്വർണ്ണപാത്രത്തിലോ വെള്ളിപ്പാത്രത്തിലോ ഒന്നുമല്ല, മറിച്ച് ഉടച്ച ഒരു മൺചട്ടിയുടെ ഒരു കഷ്ണത്തിൽ ഒരു ഇത്തിരിയോളം തൈര് ഒഴിച്ച കഞ്ഞിയാണെന്ന് അറിയുമ്പോൾ അതിശയാവും. അതിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് നോക്കാം നമുക്ക്. തിരുമല ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് തൊണ്ടമണ്ഡലം എന്നായിരുന്നു. ഈ നാട്ടുരാജ്യത്തിൻ്റെ രാജാവായിരുന്നു തൊണ്ടമ. അദ്ദേഹം ദിവസവും രാവിലെ സുപ്രഭാത സേവയും രാത്രി ശയനസേവയും നിർബന്ധമായിട്ടും ദർശിച്ചു പോന്നു. രാത്രി അദ്ദേഹത്തിൻ്റെ വക ഭഗവാന് സുവർണ പുഷ്പാർച്ചന പതിവുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം താൻ രാത്രി അർച്ചന ചെയ്ത സുവർണ പുഷ്പങ്ങൾ ഗർഭഗൃഹത്തിന് വെളിയിൽ കിടക്കുന്നതായിട്ടും തൽസ്ഥാനത്ത് മണ്ണുകൊണ്ടുണ്ടാക്കിയ പുഷ്പങ്ങൾ ഇരിക്കുന്നതും കണ്ടു. ആശ്ചര്യചരിതനായ രാജാവ് ഇതിൻ്റെ രഹസ്യം കണ്ടുപിടിക്കുന്നതിനായിട്ട് ഭഗവാനെ തന്നെ ആശ്രയിക്കുകയും അദ്ദേഹം രാജാവിനോട് രാജ്യ അതിർത്തിയിലുള്ള ഒരു സ്ഥലത്ത് വരുന്നതിനായി ആജ്ഞാപിക്കുകയും ചെയ്തു. രാജാവ് ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ടു. ആ സ്ഥലത്ത് എത്തുകയും അവിടെ മണ്ണുകൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കണ ഒരു കുശവൻ്റെ കുടിൽ കാണുകയും ചെയ്തു. രാജാവിനെയും പരിവാരങ്ങളെയും കണ്ടിട്ട് ഭയപ്പെട്ട കുശവൻ അദ്ദേഹത്തോട് അവിടെ വരുന്നതിനുണ്ടായ കാരണം അന്വേഷിക്കുകയും അതിനുത്തരമായിട്ട് രാജാവ് അവിടെ ഒരു മൂലയിലിരിക്കുന്ന വെങ്കടേശ പെരുമാളുടെ പ്രതിമയും ആ പ്രതിമയുടെ കാൽക്കീഴിൽ കിടക്കുന്ന മൺപൂക്കളെയും കാണിച്ച് ഇതെന്താണെന്ന് ചോദിച്ചു. താനെന്തോ മഹാപരാധം ചെയ്തെന്ന് പേടിച്ച ആ കുശവൻ അത് താൻ ആരാധിക്കുന്ന മൂർത്തിയാണെന്നും താൻ ദിവസവും മൺപൂക്കളെ കൊണ്ടാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നതെന്നും രാജാവിനോട് പേടിച്ച് വരച്ച് പറയുകയാണ്. ഈ സമയത്ത് ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി പറഞ്ഞു, ഹേ രാജൻ, പദാർത്ഥത്തിലല്ല മറിച്ച് ഭക്തിയിലാണ് താൻ പ്രസാദിക്കുന്നത്. ഈ കുശവൻ സമർപ്പിക്കുന്ന മൺപുഷ്പങ്ങളിലാണ് ഭക്തി കൂടുതലുള്ളത്. അതുകൊണ്ടാണ് അത് താൻ സ്വീകരിച്ചത് എന്നും രാജാവിനോട് പറയുകയും ചെയ്തു. അതിനുശേഷം ഇതെല്ലാം കണ്ട് സ്തബ്ധനായി നിൽക്കണ ആ കുശവനോട് ഭഗവാൻ ചോദിക്കുകയാണ്, തനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തരണമെന്ന് അപേക്ഷിച്ചു. ഇത് കേട്ട കുശവൻ ഭാഗവതത്തിലെ കുചേലൻ്റെ അവസ്ഥയായി. ഇത് കണ്ടിട്ട് ഭഗവാൻ തന്നെ അവിടെ ഒരു കലത്തിലിരിക്കുന്ന കഞ്ഞി പൊട്ടിയ ഒരു കലത്തിൻ്റെ കഷ്ണത്തിൽ കോരി കുടിക്കുകയും രാജാവിനോടായിട്ട് ഇനിമേൽ തനിക്ക് തിരുമലയിൽ നൈവേദ്യം സ്വർണ്ണപാത്രത്തിൽ വേണ്ട എന്നും ഗർഭഗൃഹത്തിനുള്ളിൽ പൊട്ടിച്ച മൺകലത്തിൻ്റെ കഷ്ണത്തിൽ കഞ്ഞി മാത്രമേ പാടുള്ളൂ എന്നും വേറെയൊരു നൈവേദ്യവും ഗർഭഗൃഹത്തിനുള്ളിൽ പ്രവേശിപ്പിക്കരുത് എന്നും കൽപ്പിച്ചു. ഇതേ ആചാരമാണ് ഇന്നും തുടർന്നു പോരുന്നത്. ഈശ്വരൻ്റെ ദൃഷ്ടി എപ്പോഴും ഭക്തിയിലാണ്. ബാഹ്യമായ ആഡംബരങ്ങൾക്കോ ജ്ഞാനത്തിനോ പോലും ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല.